നമസ്കാരം. നെഹ്റു ചെയ്തത് എന്തോ മഹാ അപരാധമാണെന്നും അദ്ദേഹം ശരിയല്ല എന്നും അദ്ദേഹമായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെറ്റെന്നും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സംഘികളോട് എനിക്ക് ചിലത് പറയാനുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സ്വാതന്ത്ര്യ സമരത്തിലോ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിലോ മതനിരപേക്ഷമായ ഒരു ആധുനിക രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിലോ ഒരു പങ്കുമില്ലാത്ത, മാത്രവുമല്ല ചരിത്രപരമായ രേഖകൾ പ്രകാരം ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അനുകൂലമായി നിലപാടെടുക്കുകയോ മാപ്പപേക്ഷകൾ നൽകുകയോ ചെയ്ത സംഘടനയുടെ പിന്തുടച്ചക്കാർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർഷങ്ങളോളം ജയിൽവാസം അനുഭവിച്ച് ഇന്ത്യയുടെ ഐക്യത്തിനും ശാസ്ത്രീയ വളർച്ചയ്ക്കും വേണ്ടി നിലകൊണ്ട നെഹ്റുവിന്റെ പാരമ്പര്യത്തെയും സംഭാവനകളെയും വിലയിരുത്താൻ എന്ത് ധാർമ്മികമായ അധികാരമാണുള്ളത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ഇകഴ്ത്താനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചെയ്തികളെ വളച്ചൊടിക്കാനും താഴ്ത്തിക്കെട്ടാനും അപകീർത്തിപ്പെടുത്താനും ഭരണകക്ഷി ശ്രമിക്കുകയാണ് എന്ന് കോൺഗ്രസ് MP സോണിയാഗാന്ധി ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നെഹ്റുവിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് ഭരണകൂടത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും ചരിത്രത്തെ തിരുത്തി എഴുതി രാജ്യത്തിന്റെ അടിത്തറ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും സോണിയാഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞു. ജവഹർലാൽ ഭവനിൽ നടന്ന നെഹ്റു സെന്റർ ഇന്ത്യ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സോണിയാഗാന്ധി. നെഹ്റുവിന്റെ സംഭാവനകളെ കുറിച്ചുള്ള പഠനങ്ങളെയും വിമർശനങ്ങളെയും കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം എഴുതിയതിലും പറഞ്ഞതിലുമുള്ള ദുരുദ്ദേശപരമായ കൈകടത്തലുകൾ അംഗീകരിക്കാനാവില്ലെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞു. നെഹ്റുവിനെ ഇകഴ്ത്താനുള്ള പദ്ധതിയാണ് ഭരണസ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നതിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തെ മായ്ച്ചു കളയുക എന്നതിലുപരി നമ്മുടെ രാജ്യം സ്ഥാപിക്കുകയും കെട്ടിപ്പടുക്കുകയും ചെയ്ത സാമൂഹികവും രാഷ്ട്രീയപരവുമായ സാമ്പത്തികവുപരമായ അടിത്തറകളെ തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. സോണിയാഗാന്ധി സംസാരിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലോ ഭരണഘടനാ നിർമ്മാണത്തിലോ ഒരു പങ്കുമില്ലാത്ത വർഗീയവും വിദ്വേഷപരവുമായ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ശക്തികളാണ് ഈ ശ്രമങ്ങൾക്ക് പിന്നിലെന്നും സോണിയാഗാന്ധി കൂട്ടിച്ചേർത്തിരിക്കുന്നു. സോണിയാഗാന്ധി പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്ന് നമ്മൾ ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതമായ ഒരു രാജ്യത്തെ സാമ്പത്തികമായും സാമൂഹികമായും ശക്തിപ്പെടുത്തുന്നതിൽ, രാജ്യത്തിന്റെ അന്തസ്സും സ്വയം ഭരണവും ലോകവേദിയിൽ സ്ഥാപിക്കുന്നതിൽ ജവഹർലാൽ നെഹ്റു വഹിച്ച പങ്ക് പകരം വെക്കാനില്ലാത്തതാണ്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി കോളനി ശക്തികളുടെ കാൽക്കൽ വീണവർക്ക് ഇന്ത്യ കെട്ടിപ്പടുത്ത ആ മഹാനായ ഭരണാധികാരിയെ വിമർശിക്കാൻ യാതൊരു അധികാരവുമില്ല. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നെഹ്റു സ്വീകരിച്ച നയങ്ങളാണ് ആധുനിക ഇന്ത്യയുടെ അടിത്തറയായത്. പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപം നൽകി അദ്ദേഹം ഇന്ത്യയെ ആസൂത്രിത വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ചു. കാർഷിക വ്യാവസായിക മേഖലകളിൽ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിച്ചതിലൂടെ ദാരിദ്ര്യത്തിന് അറുതി വരുത്താൻ ശ്രമിച്ചു. ബക്രാനങ്കൽ പോലുള്ള വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടത്, അതായത് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്നാണ് നെഹ്റുവെ വിശേഷിപ്പിച്ചത് പോലും. ഇതൊക്കെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായി. മാത്രവുമല്ല IIT, IIM, DRDO തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ ശൃംഖലയ്ക്ക് അദ്ദേഹമാണ് തുടക്കം കുറിച്ചത്. ഈ സ്ഥാപനങ്ങളാണ് ഇന്ന് ഇന്ത്യയെ ലോകത്തിലെ മുൻനിര സാങ്കേതിക ശക്തികൾ ഒന്നാക്കി മാറ്റുന്നത്. മതനിരപേക്ഷതയിലൂന്നിയ ജനാധിപത്യ സംവിധാനം ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നാൻ നെഹ്റുവിന്റെ ദീർഘവീക്ഷണം സഹായിച്ചിട്ടുമുണ്ട്. നെഹ്റുവിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് ചേരിചേരാ പ്രസ്ഥാനമാണ്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ നാം. ശീതയുദ്ധകാലത്ത് ലോകം അമേരിക്കൻ സോവിയറ്റ് ചേരികളായി വിഭജിക്കപ്പെട്ടപ്പോൾ ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായ വിദേശ നയം ഇന്ത്യക്ക് നൽകാൻ നെഹ്റു ധീരമായ തീരുമാനമാണ് ആ സമയത്ത് കൈക്കൊണ്ടത്. ഈ നയം ഇന്ത്യയുടെ അന്തസ്സും സ്വയം ഭരണാവകാശവും ഉയർത്തിപ്പിടിച്ചു. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സ്വന്തം നിലപാടുകൾ ഉറച്ചു പറയാൻ ഇന്ത്യക്ക് സാധിച്ചത് നെഹ്റുവിന്റെ ഈ ദീർഘവീക്ഷണത്തിന്റെ ഫലമല്ലെന്ന് ആർക്കാണ് പറയാനാകുക? മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചവർ ബ്രിട്ടീഷ് ഭരണത്തെ അനുകൂലിച്ചപ്പോൾ നെഹ്റു എന്നും ഇന്ത്യക്കൊപ്പം, ഇന്ത്യൻ ജനതയ്ക്കൊപ്പമാണ് നിലനിന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് അദ്ദേഹം രാജ്യത്തിനായി പോരാടിക്കൊണ്ടേയിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാൽക്കൽ വീണ് മാപ്പെഴുതി കൊടുത്തവരുടെ പിന്മുറക്കാർക്ക് ജയിൽവാസം അനുഭവിച്ച് രാജ്യത്തിനായി നിലകൊണ്ട നെഹ്റുവിന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ ധാർമ്മികമായി ഒരവകാശവുമില്ല എന്ന് ആവർത്തിച്ച് പറയട്ടെ. ഇന്ത്യയുടെ വിശാലമായ ഐക്യം, മതനിരപേക്ഷത, ശാസ്ത്രീയ മനോഭാവം എന്നിവ നെഹ്റുവിന്റെ രാഷ്ട്രീയ തത്വചിന്തയുടെ
കാതലാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഗുണഫലങ്ങൾ ഇന്നും ഓരോ ഇന്ത്യക്കാരനും അനുഭവിക്കുന്നുണ്ട്. നെഹ്റു ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളെയും അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തോട് തന്നെ ചെയ്യുന്നത് കടുത്ത അനീതിയാണെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ചരിത്രത്തെ പൂർണ്ണമായും വളച്ചൊടിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആധുനിക ഇന്ത്യയുടെ ശില്പിയായ നെഹ്റുവിന്റെ മഹത്തായ സംഭാവനകളെ അംഗീകരിക്കാനുള്ള സത്യസന്ധതയെങ്കിലും വിമർശകർ കാണിക്കണം, പ്രത്യേകിച്ച് സംഘിക്കുട്ടന്മാർ.